ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം പ്രാചീന കവിത്രയത്തിലെ ഏറ്റവും പ്രധാനിയായൊരു കവിയെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മർക്കടാ നീ അങ്ങു മാറിക്കിടാശട എന്ന് ആദ്യം മലയാളിയെ നോക്കി പാടിയ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന 18-ാം നൂറ്റാണ്ടിലെ അത്യുജ്വലനായൊരു കവിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ മക്കളെ? എല്ലാവരും ഈ വീഡിയോസ് കാണുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളെ കൂട്ടുകാർക്കും ഒക്കെ ഉപകാരപ്രദമാകുന്നൊരു വസ്തുവാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുമക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇനിയും ഏതെങ്കിലും വീഡിയോസ് വേണം, ഏതെങ്കിലും പാഠഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ട ഉടനെ, അതായത് ഇത് കണ്ട ഉടനെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൂടെ എടുത്തു തരാൻ പറ്റും പരീക്ഷയ്ക്ക് മുമ്പായിട്ട്. അപ്പം നമുക്ക് ചോദ്യത്തേക്ക് നോക്കൂ. ചോദ്യം ഇതാണ്: അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി, തപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. കുണ്ടുകിണറ്റിൽ തവള കുഞ്ഞിനു കുന്നിനു മീതെ പറക്കാൻ മോഹം, കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്കോ ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല. സൂചനകൾ വിശകലനം ചെയ്ത് കുഞ്ചൻ നമ്പ്യാരുടെ സാമൂഹ്യ വിമർശനം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഇത് തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ സാമൂഹ്യ വിമർശനം ഹെഡിങ് നിർബന്ധം. പിന്നെ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചും ഒരു ആമുഖം, 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജനകീയ കവിയും പരിഹാസ്യ കവിയുമായ കുഞ്ചൻ നമ്പ്യാർ, അദ്ദേഹത്തിൻ്റെ പ്രഥമ കാവ്യം കല്യാണ സൗഗന്ധികം എന്നുള്ളതാണ്. ആ കൃതി മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം സാമൂഹ്യ വിമർശനം ഒരു ശക്തമായ ടൂളായി തന്നെ, ഒരു ശക്തമായ ഉപാധിയായി തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ആമുഖം കൊടുക്കണം, നിർബന്ധം. ഇനി അടുത്ത പാരഗ്രാഫ് എങ്ങനെ എഴുതണം? ഇവിടെ തന്നിരിക്കുന്ന കവിതാ ശകലങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വിമർശനത്തിന് ഉത്തമ ഉദാഹരണമാണ്. ഒരു കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ആർത്തിയും സംസ്കാരവുമാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്. രണ്ടാമത്തെ വരിയിൽ കുണ്ടുകിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് കുന്നിനു മീതെ പറക്കാൻ ഒരിക്കലും നടക്കാത്ത മോഹങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനെ കളിയാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ടാമത്തെ വരി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പിന്നീട് തന്നിരിക്കുന്ന വരി മനുഷ്യൻ്റെ പണത്തോടുള്ള ആർത്തിയെക്കുറിച്ചാണ് പറയുന്നത്. എത്ര കിട്ടിയാലും മതിവരാത്ത മനുഷ്യൻ അല്ലേ? എത്ര കിട്ടിയാലും മതിവരാത്ത മനുഷ്യൻ, 2 പണം കിട്ടുമെന്ന് കേട്ടാൽ എത്ര കാലവും ഓടാൻ മടിക്കാത്ത മനുഷ്യൻ, ഈ മനുഷ്യൻ്റെ ആർത്തിയെ, ഇങ്ങനെ മനുഷ്യൻ്റെ ചെയ്തികളെ ഇത്രമേൽ പരിഹസിച്ച ഒരു കവി വേറെ നമുക്കുണ്ടാവുകയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു കവിതകൾ എടുത്ത് പരിശോധിക്കുക. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഏതെങ്കിലുമൊക്കെ എഴുതുക അല്ലേ? ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. അതുപോലെ തന്നെ അച്ചിക്കു ദാസ്യ പ്രവൃത്തി ചെയ്യുന്നവൻ കൊച്ചിക്ക് പോയി അങ്ങ് തൊപ്പിയിട്ടിടണം. ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന ഒരുവിധം അനീതികൾക്കെതിരെയൊക്കെ കുഞ്ചൻ നമ്പ്യാർ ശക്തമായി തൻ്റെ തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. അത് രാജാവെന്നോ ഭടനെന്നോ ഭൃത്യനെന്നോ പ്രജയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും അദ്ദേഹത്തിൻ്റെ പരിഹാസ ശരങ്ങൾ ചെന്ന് പതിച്ചിട്ടുണ്ട്. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യർക്കെന്ന് പറഞ്ഞത് അല്ലേ? അതുപോലെ ഏമ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളെ ശക്തമായി കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്നുള്ളത് ഓർത്ത് വെക്കുക. കവിത ചാട്ടവാറാക്കിയ കവിയാണ്. കാരണം കവിത കൊണ്ട് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ചാട്ടവാർ അടിക്കുന്നത് പോലെ അദ്ദേഹം അടിച്ചുകൊണ്ടേയിരുന്നിരുന്നു എന്നുള്ളതാണ്. ഇനി അവസാനത്തിൽ ഇങ്ങനെ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാരുടെ വരികളെല്ലാം തന്നെ ഇന്നത്തെ കാലത്തും പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഇന്നും നടക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തെ പോലെ വിമർശനാത്മകമായി കവിതകൾ എഴുതുന്നവരുടെ അഭാവം കൊണ്ട് അതാരും വിമർശിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം. ഇങ്ങനെ വേണം കൺക്ലൂഷൻ എഴുതാൻ. അപ്പം ഉപന്യാസം എഴുതാൻ എൻ്റെ മക്കൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഉപന്യാസം എന്താണെന്നൊക്കെ ഉള്ളത് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൂടെ കാണുക. ഇതുപോലെയുള്ള വീഡിയോസ് എൻ്റെ കുഞ്ഞു മക്കൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ 3 പാരഗ്രാഫ് എങ്കിലും മിനിമം വേണം എന്നുള്ളത് കൂടി എൻ്റെ കുഞ്ഞു മക്കൾ മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എൻ്റെ മക്കൾക്ക് കിട്ടിയല്ലോ. അപ്പം ഇതുപോലെയുള്ള മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം മക്കളെ. ബൈ.